ഞങ്ങളെ ബോസ് രാവിലെ തന്നെ ആടിനെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിക്ക് പോയതാണ്. ആൾക്ക് നോക്കിയിട്ടൊരു പിടുത്തം കിട്ടണില്ല. ലാസ്റ്റ് നമ്മളെ ചെക്കൻ ഏതായാലും കയറൂരി വിട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയതാണ്. അതിനിടയ്ക്ക് നമ്മളെ കൂട്ടുകാരന്മാര് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കണതിൻ്റെ ഇടക്കാണ് നമ്മളെ ചെക്കന് മുതലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഏതായാലും മാഷാ അല്ലാ നല്ല അടിപൊളി ആടിനെ തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമ്മളെ സദീക്ക് കാര്യമായിട്ട് തൂക്കി നോക്കുകയാണ്. ഇന്ന് നമ്മളെ അഴീക്കോട് കുഞ്ഞാനുവിൻ്റെ അടിപൊളി കുമ്പളങ്ങ കറിയും മീൻ പൊരിയൊക്കെയാണ് നടക്കുന്നത്. ചോറ് റെഡി ആയപ്പോൾ ഏതായാലും കഞ്ഞിൻ്റെ വെള്ളമായിട്ട് നമ്മളെ സദീക്ക് ആടിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആടിനും കഞ്ഞിൻ്റെ വെള്ളം ഏതായാലും ഒരു മൈൻഡും ഇല്ല. അപ്പോൾ ഏതായാലും സദീക്ക് കുറച്ച് പച്ചവെള്ളം കാണിച്ചു കൊടുത്തു, അത് മൂപ്പര് കുടിച്ചിട്ടുണ്ട്. ഏതായാലും ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെ ബോസ് എത്തിയിട്ടുണ്ട്. ഏതായാലും കത്തിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനി ആടിനെ അറക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ബോസിനെ കൊണ്ട് തന്നെ അറപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ എല്ലാ കൊല്ലും റബീഉൽ അവ്വലിന് 3 കടയിലത്തെ ആൾക്കാരും പാടി ഒരുമിച്ച് കൂടിയിട്ട് മൗലൂദൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആടിനെ അറുത്തിട്ടുള്ളത്. സാധാരണ ചോര കണ്ട തലമിന്നുന്ന ആളാണ് ഞാൻ. ഇന്നിപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഏതായാലും കൂട്ടുകാരന്മാർ നല്ല ഉഷാറായിട്ട് കെട്ടിമറിഞ്ഞ് 10-25 മിനിറ്റ് കൊണ്ട് തന്നെ തോലൊക്കെ കീച്ച് എൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആരും കണ്ണു വെക്കൂലേ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഒരുവിധമുള്ള എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാവലില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പരിപാടി സെറ്റാക്കി കൊടുക്കും. ഏതായാലും കടയിൽ ചെറിയ തിരക്കുണ്ട്, അതിനിടയിൽ തന്നെ ഏതായാലും ഇറച്ചൊക്കെ പെട്ടിയിലാക്കി ബോസിനെ പറഞ്ഞയച്ചു. മഗ്‌രിബിന് ശേഷം നമ്മളെ അയൽവാസിക്കടിയിൽ ആദ്യം പണിയെടുത്തിന്ന് സൽമാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓനോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് 2 ഷുർബിയും കൊടുത്ത് ഓനെ യാത്രയാക്കി. നമ്മളെ യമനിശങ്ക് ഇന്നും എത്തിയിട്ടുണ്ട്. ഏതായാലും ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളെ തറവാട്ട് കടയിലേക്ക് മൗലൂദിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം. ഓക്കെ, ബൈ ബൈ.